നമ്മുടെ കേന്ദ്ര സർക്കാർ ഏജൻസികളുടെ കണ്ണിൽ ചോരയില്ലാത്ത വേട്ടയാടലുകളുടെ മറ്റൊരു ബലിയാട് കൂടി ഇല്ലാതായിരിക്കുന്നു. ഡോക്ടർ CJ റോയ്. ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിരന്തരമായ പരിശോധനകൾക്കിടയിൽ അദ്ദേഹം വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മലയാളിയായ ഈ സംരംഭകൻ കരുതലോടെ ഓരോ ചുവടും വെച്ച് തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ബിസിനസ്സിൻ്റെ വലിയ ഒരു സാമ്രാജ്യം ഇന്ത്യയൊട്ടാകെ കെട്ടിപ്പടുത്ത ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ ആ വിയോഗത്തിൽ പ്രണാമങ്ങളോടെ പറയട്ടെ, നരേന്ദ്രമോദി അമിത്ഷാ ഭരണത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ വേട്ടയാടലുകൾക്ക്, അവരുടെ തേർവാഴ്ചകൾക്ക് ഇരയായി തീരേണ്ടി വന്നിട്ടുള്ളത് പലപ്പോഴും രാഷ്ട്രീയ എതിരാളികളാണ്. അതുപോലെ തന്നെ ചലച്ചിത്ര രംഗത്തുള്ളവർ, പ്രധാനമായും സൂപ്പർ താരങ്ങൾ ഉൾപ്പെടെ, പ്രത്യേകിച്ച് മലയാളത്തിലെ സൂപ്പർ താരങ്ങൾ ഉൾപ്പെടെ ഉള്ളവർ ഇവരുടെ വേട്ടയാടലുകൾക്ക് വിധേയമായിട്ടുണ്ട്. അത് പലപ്പോഴും രാഷ്ട്രീയമായി എതിരഭിപ്രായമുള്ള ആളുകളാണ്. അത്തരം ആളുകളെയാണ് തിരഞ്ഞുപിടിച്ചവർ വേട്ടയാടി ഒതുക്കി വരുതിയിലാക്കുന്നത്. അതേസമയം ബിസിനസ്സുകാരെ ഇവർ എന്തിനാണ് വേട്ടയാടുന്നത്? പലപ്പോഴും തങ്ങളുടെ സാമ്പത്തികമായ നേട്ടങ്ങൾ തന്നെ ഉദ്ദേശിച്ചായിരിക്കാം ഇത്തരം വേട്ടയാടലുകൾ. എന്തിനിങ്ങനെ വലിയ ബിസിനസ്സുകാരെ തെരഞ്ഞു പിടിച്ച് വേട്ടയാടണം? അതൊരു ചോദ്യമാണ്. നമുക്കറിയാം, ഇവിടെ ഇല്ലാതായി പോയിട്ടുള്ള ഒരുപാട് സംരംഭകരുണ്ട്. പലപ്പോഴും ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വത്തിൻ്റെ ബലിയാടുകളായി ഇല്ലാതായി പോയവർ. അത് നിർമ്മാണ രംഗത്തുള്ള പലർക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ചിലർ ആത്മഹത്യ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അനവധി പേർ പാപ്പർ സൂട്ട് പോലും കൊടുത്ത് ഒതുങ്ങിപ്പോകേണ്ടി വന്നിട്ടുണ്ട്. ആകെ തകർന്ന് തരിപ്പണമായി പോയിട്ടുള്ള ഒരുപാട് സംരംഭകരുണ്ട്. CJ റോയിയെ പോലെ ഒരാൾ ഒരു ലോൺ പോലും എടുക്കാതെ, ഒരു ബാങ്ക് വായ്പ പോലും എടുക്കാതെയാണ് തൻ്റെ സംരംഭം ഇത്ര വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്കറിയാം, പല ബിൽഡേഴ്സും അവർക്ക് അവരുടെ സംരംഭം വിജയിപ്പിക്കാൻ അവരെ വിശ്വസിച്ച് അവരുടെ ഫ്ലാറ്റുകളും വില്ലകളുമൊക്കെ അഡ്വാൻസ് നൽകിയും മുഴുവൻ പണവും ആദ്യമേ നൽകിയുമൊക്കെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. ചിലർ അവരുടെ നിർമ്മാണം പല കാരണങ്ങളാൽ നീണ്ടുപോകാറുണ്ട്. അങ്ങനെ പ്രതിസന്ധിയിലായി ഇല്ലാതായി പോയ പ്രോജക്റ്റുകളുണ്ട്. ഒരുപാട് ഫ്ലാറ്റ് പ്രോജക്റ്റുണ്ട് 5-6 വർഷമായിട്ട് പൂർത്തീകരിക്കാൻ പറ്റാതെ പലരുടെയും പണം വാങ്ങി വെച്ചിട്ട് മുന്നോട്ട് പോകുന്നവരുണ്ട്. പക്ഷേ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ചെയ്തിട്ടുള്ള, ഇന്ത്യയാകെ ചെയ്തിട്ടുള്ള, ദക്ഷിണേന്ത്യയിൽ വളരെ വിജയകരമായി നടന്നിട്ടുള്ള പല അവരുടെ ഫ്ലാറ്റ് പ്രോജക്റ്റുകളും വലിയ വിജയം തന്നെയാണ്. അവരുടെ വിശ്വാസ്യത കൃത്യമായി സൂക്ഷിച്ചുകൊണ്ടാണ്, നിലനിർത്തിക്കൊണ്ടാണ് അവരത് ചെയ്തിട്ടുള്ളത്. അങ്ങനെ പടിപടിയായി ഉയർന്നു വന്ന, തികച്ചും കരുതലോടെ ആത്മവിശ്വാസത്തോടെ ഓരോ ചുവടും വെച്ച് ഉയർന്നു വന്ന ഒരു മലയാളി സംരംഭകൻ ഇല്ലാതായിരിക്കുകയാണ്. നമ്മൾ മലയാളികൾ ആദ്യം പ്രതിഷേധിക്കണം, ഒന്നിച്ചു നിൽക്കണം. മലയാളികൾ, പുതിയ തലമുറ ഉൾപ്പെടെ ഒരുപാട് പേർ സംരംഭകരായി മുന്നോട്ട് വരുന്ന ഒരു കാലത്താണ് നമ്മൾ ഇത് പറയുന്നത്. ഈ കെട്ടകാലത്ത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിത്തീരാൻ ശ്രമിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വലിയ കീറാമുട്ടികൾ സർക്കാരിൻ്റെയും ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വത്തിൻ്റെയും ഭാഗത്തു നിന്നും എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാകും. അതിനെ നമുക്ക് കൂട്ടായി നിന്ന് ചേർക്കുക തന്നെ വേണം.